ഏതെല്ലാം പ്രശ്നമായിരുന്നാലും വിശ്വസിക്കുക, ആ ദൈവം ആ നുകത്തിൽ നിന്ന് എന്നെ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിന്റെ നുകം ഒടിച്ചു കളയും. ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിക്കാൻ ഇടയായത്. അവിടെ വായിക്കുന്നു, ബാബേൽ രാജാവിൻ്റെ നുകം ദൈവം ഒടിച്ചു കളയുമെന്ന്. എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ഉണ്ടായ ചിന്ത, ഈ 2024 ദൈവം നമ്മുടെ നുകങ്ങളെ ഒടിച്ചു കളയും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് ബാബേൽ രാജാവിൻ്റെ നുകമില്ലല്ലോ, ബാബേൽ രാജാവ് എൻ്റെ മേൽ ആധിപത്യം വച്ചിട്ടില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല വചനം പറയുന്നത്. ബാബേൽ രാജാവിൻ്റെ നുകം, അതുപോലെയുള്ള നുകങ്ങൾ, പല കാര്യങ്ങളിലും നമ്മൾ അടിമകളായി, പല കാര്യങ്ങളിലും നമ്മൾ വീണ് കിടക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ദൈവവചനം പറയുകയാണ്, ആ അടിമ നുകത്തെ ദൈവം ഒടിച്ചു കളയും. ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിൻ്റെ നുകത്തിന് കീഴിലായിരിക്കാം. എന്നാൽ ഞാൻ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ആ നുകത്തെ ദൈവം ഒടിച്ചു കളയും. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നുകത്തിലായിരിക്കാം. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ നുകത്തെ ദൈവം ഒടിച്ചു കളയും. ഒരുപക്ഷെ ഇത് രണ്ടുമില്ലെങ്കിലും പല വ്യക്തികളുടെ വാക്കുകളുടെ അടിമത്വത്തിലായിരിക്കാം കിടക്കുന്നത്. പലരും നമ്മളെ വാക്കുകൊണ്ട് കീഴ്പ്പെടുത്തി നമ്മൾ അതിൻ്റെ നുകത്തിൻ്റെ കീഴിലായിരിക്കാം. എന്നാൽ ഞാൻ വിളിച്ചു പറയും, ദൈവം ആ നുകത്തിൻ്റെ കീഴിൽ നിന്നും ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് ഈ 2024 ഈ മാസം ദൈവം എൻ്റെ നുകങ്ങളെ മാറ്റും. ഒരുപക്ഷെ ഏത് നുകമായിരുന്നാലും, ഏതെല്ലാം പ്രശ്നമായിരുന്നാലും വിശ്വസിക്കുക, ആ ദൈവം ആ നുകത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേൽ മക്കളെ കുറിച്ച്. അവർ കേട്ട ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒത്തിരി പ്രവചനങ്ങളുണ്ട്. എന്നാൽ പ്രവചനങ്ങൾ കേട്ടു, വാഗ്ദത്തങ്ങൾ കേട്ടു, അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു വശത്ത് പല വാഗ്ദത്തങ്ങളും പല അനുഗ്രഹങ്ങളും പല നന്മകളെ കുറിച്ച് കേൾക്കുമ്പോഴും അവരെ കീഴ്പ്പെടുത്തുന്ന, അവരെ നുകത്തിൻ്റെ കീഴിൽ വയ്ക്കുന്ന പല ബാബേൽ ആധിപത്യങ്ങളുമുണ്ട്. എന്നാൽ ബാബേൽ ആധിപത്യങ്ങളെക്കാളും അപ്പുറമായ ഒരു ദൈവശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം ഹനന്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നത്, ഞാൻ അവരുടെ നുകത്തെ ഒടിച്ചു കളയും. അങ്ങനെയാണെങ്കിൽ ഈ 2024 നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, അതിനെല്ലാം ദൈവം നിങ്ങളുടെ മുൻപിൽ കീഴ്പ്പെടുത്തി, അതിനെല്ലാം ദൈവം നിങ്ങളുടെ മുൻപിൽ അതിനെ ഒടിച്ചു കളയുന്ന വർഷമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഞാൻ വിശ്വസിക്കുന്നു 2024 സാമ്പത്തിക മേഖലകളിലുള്ള നുകത്തെ ദൈവം ഒടിച്ചു കളയും. രോഗശക്തികളുടെ മേലുള്ള നുകങ്ങളെ ദൈവം ഒടിച്ചു കളയും. മനുഷ്യനാൽ വീഴപ്പെട്ട പല നുകങ്ങളെയും യേശു ഈ 2024 ഈ മാസം അതിനെ ഒടിച്ചു കളയും. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തെ, ദൈവിക ആലോചനകളെ അതിനെ മാറ്റാൻ, അതിനെ ഒതുക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല, ഒരു നുകത്തിനും കഴിയില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായിരുന്നാലും, അതിൻ്റെ മധ്യേ നമ്മളെ സൂക്ഷിക്കുന്ന, അതിൻ്റെ മധ്യേ നമ്മെ പരിപാലിക്കുന്ന, അതിൻ്റെ മധ്യേ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രിയമക്കളെ നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോടും പറയുന്നു, ഈ 2024 ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പറയാം,
ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുഖം ദൈവം മാറ്റിക്കഴിഞ്ഞു. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുഖമാകുന്ന രോഗത്തെ ദൈവം മാറ്റിക്കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി ഒരുങ്ങാം. ഈ 2024 അതിനുവേണ്ടി ഉള്ളതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.